സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ബി.ജെ.പിക്കാരിയായ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യമാണിത്. പാർട്ടി വിലയ്ക്ക് രാഹുലുമായി ഒരു വേദി പങ്കിടാൻ പ്രമീളയ്ക്ക് എവിടെ നിന്ന് എങ്ങനെ ധൈര്യം വന്നു? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ തന്നെ പൊള്ളിക്കാൻ കഴിയുന്നതാണ്. അതാണ് പ്രമീളയുടെ ധൈര്യവും. ബി.ജെ.പിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ എന്ത് എന്ന സുപ്രധാന ചോദ്യം ഉയരുന്നത് അവിടെയാണ്. പ്രമീള രാഹുലിനൊപ്പം റാലിയിലും പരിപാടിയിലും പങ്കെടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആരായി? ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. ആ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഈ സംസ്ഥാന നേതൃത്വം തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉചിതമായ മറുപടി സംസ്ഥാന നേതൃത്വം നൽകും. പ്രമീളയുടെ പ്രവൃത്തിക്ക് കാരണമായത് പാലക്കാട് ബി.ജെ.പിയിലെ അടിയാണ് എന്നൊക്കെയാണ് മാധ്യമ വാർത്തകൾ. എന്നാൽ അതല്ല യഥാർത്ഥ കാരണം. അതിനു പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭചിത്ര വിവാദവുമുണ്ട്. അതായത് ബി.ജെ.പിയിലെ കലഹത്തിന് ഒരു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അത് രാഹുലിനൊപ്പം ഒരു വേദി പങ്കിട്ടതോ രാഹുലിന് വോട്ട് മറിച്ചതോ ഒന്നുമല്ല, ഗർഭചിത്ര വിവാദം തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വിശദീകരിക്കാം. അതിന് 5 കാര്യങ്ങളുണ്ട്. 5ാമത്തെ കാര്യം സുപ്രധാനമായ ഒന്നാണ്. ഇപ്പോഴത്തെ എല്ലാത്തിൻ്റെയും തുടക്കം 5ാമത്തെ കാര്യത്തിൽ നിന്നാണെന്ന് പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് നിലവിലെ സാഹചര്യം വിശദീകരിക്കാം. 1ാമത്തെ സാഹചര്യം, പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഏറ്റവും അടുത്ത ആളായ ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പ്രമീളയ്ക്കെതിരെ വാർത്താസമ്മേളനം നടത്തിയത്. പ്രമീളയ്ക്കെതിരെ നടപടി വരാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ അങ്ങ് നടപടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം ബി.ജെ.പിക്ക് മുന്നിലുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം പ്രമീളയ്ക്ക് ബി.ജെ.പിക്കുള്ളിൽ വലിയ പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന നേതാവ്, അതായത് പാലക്കാട്ടെ മുതിർന്ന നേതാവ് ശിവരാജൻ പ്രമീളയ്ക്കൊപ്പമാണ്. മാത്രമല്ല സുരേഷ് ഗോപിയും പ്രമീള ശശിധരനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് 2ാമത്തെ സാഹചര്യം. അല്ലെങ്കിൽ തന്നെ പല വിഷയങ്ങളിലും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനുമായി പോരിലാണ്. സുരേഷ് ഗോപിക്കൊപ്പം സുരേന്ദ്രൻ മുരളീധരൻ പക്ഷം നിലയുറപ്പിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനൊപ്പം കൃഷ്ണദാസ് പക്ഷവും നിൽക്കുന്നു. അതിനൊപ്പം സുരേഷ് ഗോപിയുടെ ഒറ്റയാൻ പോക്കും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയാണ്. കലുങ്ക് സംവാദത്തിലും എയിംസ് വിഷയത്തിലും ഉണ്ടായ വിവാദങ്ങളിലെല്ലാം സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. ഇപ്പോഴും അതൃപ്തി തുടരുന്ന രീതിയിലാണ് സുരേഷ് ഗോപി പെരുമാറുന്നത്. എന്നിട്ടും നേതൃത്വത്തെ പാടെ അവഗണിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നതും. അതായത് സംസ്ഥാനത്തെ ഏക എം.പിയും സംസ്ഥാനത്തെ ബി.ജെ.പി നേതൃത്വവും തമ്മിൽ ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഇല്ല എന്നാണ് ഇരുപക്ഷവും പരസ്പരം പരാതി പറയുന്നത്. സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും മുന്നിൽ നിർത്തി മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും കൊമ്പുകോർക്കുന്നതിൻ്റെ ഒരു സീൻ, അതായത് ഈ സിനിമയിലെ അല്ലെങ്കിൽ ഈ കഥയിലെ ഒരു സീൻ മാത്രമാണ് പാലക്കാട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് ബി.ജെ.പിയിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ സാഹചര്യം. അതിനിടയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്ര വിവാദവും കടന്നു വരുന്നത്. അത് ഉദ്ഘാടനത്തിൽ പ്രമീള ശശിധരൻ പങ്കെടുത്തതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. നേരത്തെ പറഞ്ഞതുപോലെ ബി.ജെ.പിയിൽ ഈ വിഷയത്തിൻ്റെ ആഴം അതിലേറെയാണ്. അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇനി 3ാമത്തെ സാഹചര്യം പരിശോധിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം ബി.ജെ.പിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കിട്ടിയെന്ന കാര്യം ഓർക്കുക. അന്ന് ശിവരാജൻ പക്ഷം തന്നെയാണ് രാഹുലിനൊപ്പം നിന്നത്. അത് സി കൃഷ്ണകുമാറിനെതിരായ വിരോധം കൊണ്ടുമാണ്. അന്ന് വിജയാഘോഷത്തിന് ശിവരാജനും ടീമും പങ്കെടുത്തത് വിവാദമായിരുന്നു. സി കൃഷ്ണകുമാറിനെതിരെ നേരിട്ട് പ്രമീള ശശിധരൻ രംഗത്തെത്തുകയും ചെയ്തു. ഈ ഗ്രൂപ്പ് പോരിന്റെ ഫലമാണ് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണമായത്, അല്ലെങ്കിൽ അദ്ദേഹം വിജയിക്കാൻ കാരണമായത്. അതേ ഗ്രൂപ്പ് പോരിന്റെ ഗുണമാണ് ഇപ്പോൾ വീണ്ടും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നത്. അതിന് പക്ഷേ ഇപ്പോൾ മറ്റൊരു തലം കൂടിയുണ്ട്. അതാണ് 4ാമത്തെ സാഹചര്യം. അതായത് രാഹുലിനൊപ്പം വേദി പങ്കിട്ട് പ്രശാന്ത് ശിവനിട്ട് പണി കൊടുക്കുക തന്നെയാണ് കൃഷ്ണകുമാർ വിരുദ്ധപക്ഷം ചെയ്യുന്നത്. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പാലക്കാട് നടന്നിരുന്നു. അത് കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിന്റെ വാർഡിൽ നടന്ന വലിയൊരു പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷയായിട്ട് കൂടി പ്രമീളയെ പങ്കെടുപ്പിച്ചില്ല. അതിന് തിരിച്ചു പണി കൊടുത്തതാണ് പ്രമീളയുടെ രാഹുൽ മാങ്കൂട്ടം പരിപാടി എന്നാണ് ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ആദ്യം പറഞ്ഞ 5ാമത്തെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭചിത്ര വിവാദം ഉയർന്നു വന്ന സമയത്ത് പാലക്കാട് ബി.ജെ.പിയിലും ഒരു പീഡന വിവാദം പൊങ്ങി വന്നിരുന്നു എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി മനസ്സിൽ വേണം.
സി കൃഷ്ണകുമാറിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പീഡന വിവാദമാണ് അന്ന് ഉയർന്നു വന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃഷ്ണകുമാർ വിരുദ്ധപക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. അതായത് കൃഷ്ണകുമാർ വിരുദ്ധപക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അന്തർധാര വളരെ സജീവമാണ് എന്നർത്ഥം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രമീളയുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ കണ്ടത്. പ്രമീളയ്ക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് ഒരു കാരണം പ്രമീളയുടെയും ശിവരാജന്റെയും ജനസ്വാധീനമാണ്. മാത്രമല്ല, നടപടിയെടുത്താൽ ഇരുവരും കോൺഗ്രസിനൊപ്പം കൈകോർക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പാലക്കാട് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും. സംസ്ഥാനത്ത് ബി ജെ പിയുടെ കൈവശമുള്ള ഒരേ ഒരു നഗരസഭയാണ് പാലക്കാട് എന്നതും നേതൃത്വം പരിഗണിക്കുന്നു. അത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം തന്നെ പ്രമീളയ്ക്കെതിരെ നടപടിയെടുത്താൽ ഉണ്ടായേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രമീളയ്ക്കെതിരെ നടപടിയെടുത്താൽ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പാലക്കാട് ബി ജെ പിയിൽ നിന്നും ഉയർന്നു വരുമെന്ന പേടി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ഉണ്ട് എന്നതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗർഭചിത്ര വിവാദവുമായി ബന്ധപ്പെട്ടതുമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഞ്ചാമത്തേതും ഏറ്റവും സുപ്രധാനവുമായ സാഹചര്യം. അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു ഇരയുമായി ബി ജെ പിക്കുള്ള ബന്ധമാണ്. രാഹുലുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്ന പെൺകുട്ടിയുമായി ബി ജെ പിക്കുള്ള അടർത്തി മാറ്റാൻ പറ്റാത്ത ബന്ധമാണ്. പാലക്കാട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മുൻ ഭാര്യയാണ് രാഹുൽ നിന്ന് ഗർഭചിത്രത്തിന് ഇരയായ മാധ്യമപ്രവർത്തകയായ പെൺകുട്ടി. മാത്രമല്ല, പെൺകുട്ടിയുടെ കുടുംബവും ബി ജെ പിക്കാരാണ്. ഒരു ബി ജെ പി അനുകൂല ചാനലിലാണ് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള പ്രശ്നം സോഷ്യൽ മീഡിയ പേജുകളിലും മറ്റും എത്തുന്നതിന് മുമ്പ് ആദ്യം എത്തിയത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലാണ്. ഇത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ബി ജെ പിയുമായി വളരെ അടുത്ത് ബന്ധമുള്ള ആൾക്കാർ എന്നുള്ള നിലയിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് പരാതിയുമായി ഈ വിഷയം വന്നു. പക്ഷേ എന്തൊക്കെയോ നിഗൂഢമായ കാരണങ്ങളാൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം, അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത് ചെവിക്കൊണ്ടില്ല, അല്ലെങ്കിൽ ഒതുക്കി എന്ന് പറയാം. പെൺകുട്ടിയുടെ മുൻ ഭർത്താവും പെൺകുട്ടിയുടെ കുടുംബവും രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ പരാതിയുമായി എത്തിയെന്നാണ് അറിയുന്നത്. എന്നാൽ അദ്ദേഹം അത് പരിഗണിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെതായ ബിസിനസ് താല്പര്യങ്ങളും ഉണ്ടെന്നാണ് എതിർപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. അതായത് ബി ജെ പിക്ക് കത്തിക്കാൻ പറ്റിയ വിഷയം എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഒതുക്കി എന്നുള്ളതാണ് ബി ജെ പിക്കുള്ളിലെ സുപ്രധാനമായ ചോദ്യം. ഇതേ കാര്യത്തിലും സുരേഷ് ഗോപി ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. രാജീവ് ചന്ദ്രശേഖറിനോടുള്ള തൻ്റെ അതൃപ്തി പ്രകടമാക്കാൻ തൻ്റെ കലിങ്ക് സംവാദത്തിൽ പെൺകുട്ടിയുടെ മുൻ ഭർത്താവിനെ സുരേഷ് ഗോപി ഒപ്പം ഇരുത്തുകയും ചെയ്തു. അതായത് രാജീവ് ചന്ദ്രശേഖരൻ ഒരു സുപ്രധാനമായ കാര്യം ഒതുക്കിയ ശേഷം നാടകം കളിക്കുകയാണ് എന്നാണ് എതിർപക്ഷം ആരോപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയം അവഗണിച്ചു കളഞ്ഞു. എന്നിട്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി തങ്ങൾക്ക് സഹകരിച്ചുകൂടാ എന്നുള്ള ചോദ്യമാണ് പ്രമീള ശിവരാജൻ പക്ഷം ചോദിക്കുന്നത്. അതായത് പ്രമീളയ്ക്കെതിരെ നടപടിയെടുത്താൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്താകുന്ന സാഹചര്യമാണ്. രാജീവ് ചന്ദ്രശേഖറിന് ഉത്തരമുട്ടുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം ഇപ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ബി ജെ പി ആണെന്ന് സാരം. ബി ജെ പി നേതാവിൻ്റെ മുൻ ഭാര്യയും ബി ജെ പി കുടുംബാംഗവുമായ ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരയായി ഗർഭചിത്രത്തിന് വിധേയമായിട്ടും എന്തുകൊണ്ട് ആ വിഷയം ബി ജെ പി ഏറ്റെടുത്തില്ല? എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധ നാടകം എന്തിന് സംഘടിപ്പിച്ചു? അറിഞ്ഞുകൊണ്ട് നാടകം കളിക്കുകയാണോ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ? അതോ അയാൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് ഇരയാക്കപ്പെട്ടതാണോ? ബി ജെ പി കോൺഗ്രസ് അന്തർധാരയുടെ സാഹചര്യം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കേണ്ട എന്ത് സാഹചര്യമാണ് ബി ജെ പിക്കുള്ളത്? ഉത്തരം പറയേണ്ട നിരവധി വിഷയങ്ങളാണ് ബി ജെ പിക്കുള്ളിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ നിരവധി പേർ ചോദിക്കുന്നത് അവഗണിച്ച് വിടാൻ പറ്റാത്ത വിധം നിർണായകമായ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗർഭചിത്ര വിവാദവും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.